ഷോ ഇത് ശരിയാവത്തില്ല മോളെ. ഇതിനെന്നാ തിളക്കുക? അത് ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലല്ലോ. ഇത് ഞാൻ ഉടുത്തു തന്നാ നാട്ടുകാരെന്നാ പറയും? എന്നാ അമ്മച്ചി ഇത്? അമ്മച്ചീനല്ലേ ഈ കളർ സാരി മതി എന്ന് പറഞ്ഞേ. അത് ശരിയാ, ഇത്ര തിളക്കം ഉണ്ടാവും ഞാൻ വിചാരിച്ചോ? എന്നാ വൈറ്റ് എടുക്കാം. ഞാൻ ലിസേച്ചി വിളിച്ചു വരാം. ഹലോ ആളിയാ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നല്ലോ. ആ ബെസ്റ്റ്. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അളിയനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ കയ്യിൽ എവിടെ നിന്നാളിയാ പൈസ? ക്രെഡിറ്റ് കാർഡുകളിലെ പൈസയൊക്കെ തീർന്നിട്ട് കാലം കുറേയായി. എല്ലാം ബ്ലോക്കാണ്. ഇനി ആകെ ഒരെണ്ണം ഉണ്ട്. പക്ഷെ ഇന്ന് വലിക്കാന്ന് വിചാരിച്ചാലേ ഒരു 10-30,000 രൂപ കൂടുതൽ കിട്ടത്തില്ല. എങ്ങനെയും ഒന്ന് നാളെ രാവിലെ ആയാൽ മതിയായിരുന്നു. ഇപ്പൊ എത്ര രൂപ വേണ്ട എനക്ക്? ഒരു 50 വേണം. ആ, ഞാൻ എന്തേലും ചെയ്യാം. Excuse me. Traditional model. Actually, I don't think so. No. ഇത് ലാസ്റ്റ് ടൈം ആണേ. പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി നീ ഇതും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരിക്കലുമില്ല. നാളത്തോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. താങ്ക് യു. അത് എന്നൊരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ആ സൂസൻ പറ. ആ ചേച്ചി, ഒരു കാര്യം ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും വൈറ്റ് കളർ സാരി കൊടുത്താലോ? എന്നാ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നു സൂസൻ. ഞാൻ ആ മഹാലക്ഷ്മിയിൽ നല്ലൊരു വൈറ്റ് സാരി കണ്ടതായിരുന്നു. എന്നാ പറയാനാ ചേച്ചി, അമ്മച്ചി ലാസ്റ്റ് മിനിറ്റ് കാലം മാറുമെന്ന് ഞാൻ വിചാരിച്ചോ? ശരി, ഞാൻ നോക്കട്ടെ. നോക്കിയാ പറ്റത്തില്ല. ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലെ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. വൈറ്റ് കളർ സാരി ചേച്ചി ഉടുക്കണം. പിന്നെ വീട്ടിലെ എല്ലാവരും ഒരേ കളർ സാരി, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. എനിക്ക് അല്ലെങ്കിലും വൈറ്റ് സാരി ഉടുക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ റെഡ് കളർ സാരി എടുത്തത്. എനിക്കറിയാം. ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ. ചേച്ചിയും ചേട്ടനും ഇന്ന് തന്നെ വരണമെന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു. എനിക്കും ഒന്ന് വരണമെന്ന് തന്നെയാണ് സൂസൻ. ഇച്ചായൻ അത്യാവശ്യമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യത്തിന് പോയിരിക്കുവോ. നേരത്തെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വരാം. ശരി ചേച്ചി, അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം. ഇവിടെ ഒത്തിരി പണിയുണ്ട്. ശരി. അതെ ഇച്ചായ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് അക്കൗണ്ട്സ് നോക്കുമ്പോ ഒന്ന് ശല്യം ചെയ്യരുന്ന്. ഇനിയിതിപ്പോ ഒന്നേന്ന് തുടങ്ങണം. ആ പറ. ഒന്നുമില്ല, ഞാൻ പിന്നെ വരാം. എന്താണെന്ന് വെച്ചാ പറഞ്ഞ് തൊലക്കേ. സൂസൻ വിളിച്ചിരുന്നു. ആ, മനസ്സമ്മതത്തിന് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വെള്ളസാരി ഉടുക്കുന്നേന്ന്. അവിടുത്തോട്ടെ. അതിന് എനിക്കൊരു വെള്ളസാരി വാങ്ങി തരാവോ? നാളത്തെ പരിപാടിക്ക് പോകാൻ ഒരു സാരി ഞാൻ വാങ്ങി തന്നിട്ടില്ലേ. ഇനി പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ തന്ന മാത്തച്ഛൻ ഇവിടെ എവിടെങ്ങാനും കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി വാങ്ങിച്ചോ. എന്നത്തിന് എപ്പോഴും എന്റെ അപ്പച്ചൻ എങ്ങനെ പറയുന്നേ? പറയൂടി, ഞാനത് പറയും. എന്റെ കൊക്കില് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാനത് പറയും. അമ്മാതിരി ചെറ്റത്തരം നിന്റെ തന്ത എന്നോട് കാട്ടിയിട്ടുള്ളത്. എന്തോന്ന് കാണിച്ചു നീ പറയുന്നേ? എന്ത് കാണിച്ചെന്നാ എടി, 50 ലക്ഷം രൂപ റെഡി ക്യാഷുമായി എന്റെ വീടിന് മുമ്പിൽ ക്യൂ നിന്ന പാപ്പച്ച മുതലാളിയുടെ മോളെ വേണ്ടെന്ന് വെച്ചിട്ടാ നിന്റെ തന്തരവാ കേട്ടിട്ട് നിന്നെ എന്റെ തലയിലേക്ക് കെട്ടിയെടുത്തത്. എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി? ഈ പാപ്പച്ച മുതലാളിയുടെ കാര്യം ഞാനൊരു 100 വട്ടമായി കേൾക്കുന്നു. നിങ്ങൾക്ക് എത്ര സ്ത്രീധനം വേണ്ടേന്ന് അന്ന് എന്റെ അപ്പച്ചനോട് പറഞ്ഞാൽ തരുമായിരുന്നില്ലേ? എടി, അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെയും എന്റെ അപ്പച്ചനെയും ബെൻസ് കാറിൽ കയറ്റി നിങ്ങളുടെ ഫാക്ടറിയും എസ്റ്റേറ്റും ബാറും ഒക്കെ കാണിച്ചു തന്നപ്പോ ഇനി നമ്മളെങ്ങാനും ചോദിക്കുന്നു കുറഞ്ഞു പോയെങ്കിലോ എന്ന് പേടിച്ച് നിങ്ങളുടെ മോളുടെ സന്തോഷത്തിന് നിങ്ങൾ എന്തായിരുന്നു അത് മതി എന്ന് എന്റെ അപ്പച്ചൻ പറഞ്ഞുപോയി. എന്റെ അപ്പച്ചൻ പറഞ്ഞത് വാസ്തവാ. പക്ഷേ അന്ന് നമുക്കറിയില്ലായിരുന്നു നിന്റെ സന്തോഷത്തിന് വെറും 10 ലക്ഷം രൂപയുടെ വിലയുള്ളൂ. വിട്ട് കളയണ്ട ചായ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. വിട്ടടി, അതൊക്കെ അന്നേ ഞാൻ വിട്ടു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ഉമ്മച്ചൻ എല്ലാം പൊറുക്കും, പക്ഷെ ഒന്നും മറക്കില്ല. നീ പോയൊരു ചായ എടുക്ക. ആ ഇച്ചായ,
ഒരു കാര്യം മറന്നു. നമ്മളവിടെ എല്ലാവരും അന്വേഷിക്കുന്നു എന്ന്. ഇന്ന് തന്നെ എത്തില്ലേന്ന് അമ്മച്ചി ചോദിച്ചു. നമ്മൾ ഇന്ന് പോകുന്നില്ല. നാളെ ചടങ്ങിന് പോകുന്നത് തന്നെ നമ്മുടെ ഔദാര്യാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ അച്ചായ? മൂത്ത മരുമോൻ എന്ന് പറഞ്ഞ വീട്ടിലെ കാർന്നോരല്ലേ? അതെ, പക്ഷെ ആ വിചാരം അവർക്കില്ലല്ലോ. ഓ, അങ്ങനെയൊന്നും അല്ല. അവിടെ വലിയ കാര്യ. ഞാൻ കാരണവരാണെന്നുള്ള വിചാരം അവർക്കുണ്ടായിരുന്നെങ്കിലേ ഈ കല്യാണത്തിന്റെ ചർച്ചയ്ക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഇതിപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നാട്ടുകാരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടല്ലേ അവരെന്നെ വിവരം അറിയിക്കുന്നത്. അത് പിന്നെ മുമ്പ് വന്ന എല്ലാ ആലോചനകളും പെണ്ണ് ശരിയല്ല, കുടുംബം ശരിയല്ല എന്ന് പറഞ്ഞ് ഇച്ചായും കയറി മുടക്കോണ്ടല്ലേ റോഹിച്ചന് ഇത്തവണ വിവരം അറിയിക്കാതിരുന്നേ. അപ്പൊ ഒരു ബന്ധം ഉറപ്പിക്കുമ്പോ ഇതൊന്നും നോക്കണ്ടെന്നാണോ? എടീ, നിന്റെ വീട്ടുകാർ മുഴുവൻ പണപ്പിശാചിക്കളാ. പണമുള്ളവർ മുഴുവൻ അവർക്ക് നല്ല ആൾക്കാരാ. ഒരു തറവാടിക്ക് മറ്റൊരു തറവാടിയെ മനസ്സിലാവുള്ളൂ. ഞാൻ നോക്കുമ്പോ അവർക്ക് ബോധിച്ച പല ആലോചനകളും അത്ര പോരാ. അത് തുറന്നു പറഞ്ഞാണ് ഞാൻ ചെയ്ത കുറ്റം. ഇപ്പൊ തന്നെ നീ നോക്ക്. ചെറുക്കന്റെ വീട്ടുകാരായിട്ട് അവര് മനസ്സമ്മതല്ല നടത്തണത്. നല്ല അന്തസ്സുള്ള നസ്രാണികൾക്ക് പറഞ്ഞ കാര്യമാണത്. നാണം കെട്ടോമാര്. ആ, പിന്നെ ഒരു കാര്യമുണ്ട്. കൂലങ്കുത്തിയും കല്യാണം മുടക്കിയും ഒക്കെ ആയ എന്റെ അഭിപ്രായങ്ങൾക്ക് നിന്റെ വീട്ടിൽ പുല്ല് വില പോലും ഇല്ലെങ്കിലും കാശ് കടം ചോദിക്കാൻ വരുമ്പോ നിന്റെ ആങ്ങളയ്ക്ക് എന്നോട് വലിയ ബഹുമാനം. വെറുതെ നല്ലല്ലോ കാശ് കടം ചോദിക്കുന്നേ, പലിശക്കല്ലേ? അതേടി, ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നത് അതെന്റെ തൊഴിലാ. എന്നിട്ട് ഞാൻ കൊടുത്ത കാശ് തിരിച്ചു വെച്ചപ്പോ അവൻ എനിക്കെതിരെ കുബേരയിൽ ചെന്ന് പരാതി കൊടുത്തു ഇല്ലേ? അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നാളെ എന്റെ ഇളയ ആങ്ങളുടെ മനസ്സമ്മതാണ്. നമുക്ക് ഇന്ന് തന്നെ. നടക്കില്ല. നാളെ നമ്മൾ ചടങ്ങിന് പോകും. ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോരും. അത്രേ ഉള്ളൂ. ഇച്ചായത് എങ്ങനെ? ലിസി, ഇനി നീ തർക്കിച്ച ഞാൻ എന്റെ തനി കുണം പുറത്തേക്ക് എടുക്കും. നീ ചായ ഉണ്ടാക്കാൻ നോക്ക്. ഒരിക്കലും പറഞ്ഞു കരുതി മാറ്റി പറയാൻ പാടാന്നൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ മതി. അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ, ചേച്ചിയോടും പിള്ളേരോടും എന്റെ അന്വേഷണം പറഞ്ഞേരി. അപ്പൊ നാളെ കാണാം. എല്ലാം കറക്റ്റാന്നേ. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടിയറോയി, സന്തോഷം സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയ ഞങ്ങളെല്ലാം കൂടെ ഒരു വരെ കൂടെ വരും, പറഞ്ഞേക്കാം. ഇതെങ്ങനെ മടങ്ങാനാണ്? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്ത പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മൊട്ടടിച്ച് റോഡേ കൂടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് വലിയ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ മുട്ടയടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനോളിയനോട് മുട്ടയടിക്കാൻ നടക്കുന്നു. ഇത്തറവാടിന്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിന്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചട്ടകള് വീടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ട് പോവുക. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടി കിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടിയോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ, വൈഫ് സിയാറ്റിലെ ആന്റിയെ കാണാൻ പോയിരിക്കുന്നെന്നാ. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ. വരൂ. എന്നാ സെബാസ്റ്റ്യൻ, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ, അതുകൊണ്ടല്ല സാർ. ചന്തയിൽ പച്ചക്കറിക്ക് അപ്പം തന്നെ കാശ് കൊടുക്കണം. എന്തായാലും അവർ തരുള്ളൂ. അതുകൊണ്ടാണ് സാറേ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ലോ. ഓ, ചെക്ക് തന്നെ എനിക്ക്. അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചാച്ചാ, ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്. അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത്? അല്ലേ വേണ്ട, ഇച്ചായൻ തന്നെ ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറിന്ന് അന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായനെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടുവന്നു. ഞാനത് ഗോഡ്വിനെ കാണാൻ പോയതാ. കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം. നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിപ്പോയി അമ്മച്ചിനെ സഹായിക്കും. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ? ചെല്ലേ പ്ലീസ് ഒന്ന്.
പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ, നെക്ലേസ്. എന്നാ നോക്കുന്ന? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയന് മാതിരി പണി കാണിക്കരുത്. അലക്സ്, നീ എന്റെ അടുത്ത് മറ്റേടത്ത് ഇതിന്റെ കൂടെ ഒരു കുറവുകളായിരുന്നു. കൈ വിടുന്നേ. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ ഇങ്ങനുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഓ കൊള്ളാം, കുഴപ്പമില്ല. വിനെഗറുണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ ആ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കല്ലേ. ആ നീ മിണ്ടായിരിക്കോടെ. അല്ലേ, നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കാലാങ്കുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്. എന്തോ? വാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് എവിടം വരെ ആയി? അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്താ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഥ് എവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി മാറ്റി വെച്ചേ. ഇതെന്തോടാ, കല്ലെറിഞ്ഞ് വെള്ളം കുടിക്കാൻ നീ എന്താ പഞ്ചായത്ത് കാക്കേ വിട്ടു? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ പണിക്കാരെ പിരിച്ചുവിടുന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. നിന്നെപ്പോലെ ഒരുത്തരെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പലർക്കും മുഴുവുണ്ട്. മരിച്ചു നിന്റെ അപ്പോഴുള്ള കടപ്പാണ്. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? ഓ, അതെനിക്കറിയാലോ. ആ പെണ്ണിനെ തേച്ച് മെഴുക്കിയിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞു. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ?
ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജ. ആഹാ, ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ആ ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടുന്ന് കിട്ടി? നമ്മുടെ CID ഓഫീസിൽ കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു അയ്യോ ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് പിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ നീ അത്താഴം എടുത്തോക്ക്. വരൂ കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ല ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മത്തി പങ്കെടുക്കണം. അതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. ആ അത് ശരിയാ. വരാം.